Let's start learning English. ഹലോ മക്കളെ, എല്ലാവർക്കും ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷ് 1 ക്ലാസ്സസിലേക്ക് സ്വാഗതം. ഹലോ മക്കളെ, അങ്ങനെ നമ്മൾ 6ാമത്തെ ക്ലാസ്സിലേക്ക് എത്തിയല്ലേ? 5 ക്ലാസ്സസ് കഴിഞ്ഞു. ഇത് 6ാമത്തെ ക്ലാസ്. ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷ് 1 ക്ലാസ് 6ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇതുവരെയായിട്ട് 4 റൂൾസും 5 ചിത്രങ്ങളും പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഓക്കെ, ആ 4 റൂൾസ് ഏതൊക്കെയായിരുന്നു? റൂൾ നമ്പർ 1, ലുക്ക് അറ്റ് ദ പിക്ചർ കെയർഫുള്ളി. റൂൾ നമ്പർ 2, ഐഡൻറ്റിഫൈ ദ മെയിൻ ഐഡിയ. റൂൾ നമ്പർ 3, ടോക്ക് അബൌട്ട് പീപ്പിൾ ഓർ ഒബ്ജക്ട്സ്. റൂൾ നമ്പർ 4, ഡിസ്ക്രൈബ് ആക്ഷൻസ്. ഇനി അടുത്തത് നമ്മൾ റൂൾ നമ്പർ 5 ആണ് പഠിക്കേണ്ടത് അല്ലേ? എന്തായാലും ഈ 4 റൂൾസ് പഠിക്കുന്നത്, അല്ലെങ്കിൽ മൊത്തത്തിൽ റൂൾസ് പഠിക്കുന്നത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നിങ്ങൾക്കൊരു പ്ലേ ഗ്രൗണ്ട്, പാർക്ക്, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ഒരു പ്ലേ ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു പാർക്കിൽ കാര്യങ്ങൾ ഒരു 10 സെൻറ്റൻസസിൽ നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ വളരെ എളുപ്പമായി അല്ലേ? ഉറപ്പല്ലേ? ഒരു കാര്യം ചെയ്യൂ, എല്ലാവരും ഒന്ന് അറ്റൻഡൻസ് ഇടൂ. ഇപ്പോഴെല്ലാവരും കോമെൻറ്റ് ചെയ്യുക, നിങ്ങളുടെ പേര് ഒന്ന് കോമെൻറ്റ് ചെയ്തേ. ഞാനൊന്ന് നോക്കട്ടെ ആരൊക്കെ ക്ലാസ്സസ് കണ്ടു, ശ്രദ്ധിക്കുന്നു എന്നുള്ളത്. ഓക്കെ, ഒന്ന് കോമെൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ 4 റൂൾസും ഏകദേശം, അതായത് റൂൾസ് മീൻസ് നമ്മൾ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് പറഞ്ഞു പോകുന്നുള്ളത്. അതൊരു വഴിക്ക് പോകുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കിപ്പോൾ ഒരു ചിത്രം കിട്ടിക്കഴിഞ്ഞാൽ 10 സെൻറ്റൻസസിൽ വളരെ എളുപ്പത്തിൽ എന്താണ് കാര്യം ഡിസ്ക്രൈബ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി വന്നു കഴിഞ്ഞു. ഒരു പ്ലേ ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു പാർക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ ഇപ്പോഴും നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അത് 100% ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് നിങ്ങൾ ക്ലാസ്സസ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത റൂളിലേക്ക് പോകാം. ഏതാണ് ആ റൂൾ? എത്രാമത്തെ റൂളാണ്? റൂൾ നമ്പർ 5. റൂൾ നമ്പർ 5 എന്താണ്? മെൻഷൻ ഡീറ്റെയിൽസ്. മെൻഷൻ ഡീറ്റെയിൽസ്. ഓരോന്നിനെ കുറിച്ചുമുള്ള വിശദാംശങ്ങൾ മെൻഷൻ ചെയ്യുക, പറയുക. എന്താണ്? ടോക്ക് അബൌട്ട് കളേഴ്സ്, പൊസിഷൻസ്, സൈസ് ഓർ നമ്പേഴ്സ്. നിറങ്ങളെക്കുറിച്ച് ഒന്നിനെ പറയുമ്പോൾ അതിൻ്റെ നിറങ്ങളെക്കുറിച്ച്, അതിൻ്റെ പൊസിഷൻസ്, എവിടെയാണ് അതുള്ളത്, ഇടതാണോ വലതാണോ, എന്തിൻ്റെയെങ്കിലും അടുത്താണോ, എന്തിൽ നിന്നെങ്കിലും ഒരുപാട് ദൂരത്തിലാണോ, പിന്നെ എന്താണ് സൈസ്, അതിൻ്റെ വലിപ്പം, ചെറുതാണോ വലുതാണോ, നമ്പേഴ്സ്, എണ്ണം, എത്ര എണ്ണമുണ്ട്, എത്ര പേരുണ്ട്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്യുക. ഓക്കെ, മെൻഷൻ ഡീറ്റെയിൽസ്. ടോക്ക് അബൌട്ട് കളേഴ്സ്, പൊസിഷൻസ്, സൈസ് ഓർ നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ മൊത്തം 5 റൂൾസ് കണ്ടു. റൂൾ നമ്പർ 1, ലുക്ക് അറ്റ് ദ പിക്ചർ കെയർഫുള്ളി. റൂൾ നമ്പർ 2, ഐഡൻറ്റിഫൈ ദ മെയിൻ ഐഡിയ. റൂൾ നമ്പർ 3, talk about people or objects. Rule number 4, describe actions. And rule number 5, mention details. That is, talk about colors, positions, size or numbers. ഓക്കെ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് പിക്ചറിലേക്ക് കടക്കാം. ഇന്നത്തെ പിക്ചറിലേക്ക് കടക്കാം. ഓക്കെ, പിക്ചറിലേക്ക് നോക്കൂ. ഇന്നത്തെ ചിത്രം ഇതുവരെ ഈ 5 ദിവസങ്ങളിലായിട്ട് നമ്മൾ പരിഗണിച്ച ചിത്രത്തെക്കാളും ഒക്കെ എന്താണ് വർണ്ണശബളമാണെന്ന് പറയാം അല്ലേ? വളരെയധികം കളർഫുൾ ആണല്ലേ? ഇതൊരു നല്ല മനോഹരമായ കളർഫുൾ ആയിട്ടുള്ള ഒരു ചിത്രമാണ്. മറ്റ് 5 ക്ലാസ്സസിലും ഉണ്ടായ ചിത്രത്തെക്കാളും ഒരുപാട് കളേഴ്സ് നിറഞ്ഞിട്ടുള്ള ഒരു ചിത്രമാണ് ഇന്ന് നമ്മൾ പരിഗണിക്കുന്നത് അല്ലേ? അതെന്താണ്? പ്ലേ ഗ്രൗണ്ട് ആണോ പാർക്കാണോ? നിങ്ങൾ പറ, എന്താണത്? അതൊരു പാർക്കാണോ? അല്ല, അതൊരു പ്ലേ ഗ്രൗണ്ട് ആണ്. പ്ലേ ഗ്രൗണ്ട് പാർക്ക് ഡിഫറൻസിയേഷൻ എങ്ങനെയാണ് ടീച്ചർ പറഞ്ഞത്? ഒരേ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ കളിക്കുന്ന ഒരിടമാണെന്ത്? പ്ലേ ഗ്രൗണ്ട്. അവിടെ മുതിർന്നവരൊന്നും ഉണ്ടാവില്ല. അവിടെ കളിക്കോപ്പുകളും കളിക്കാനുള്ള ഉപകരണങ്ങളുമാണ് ഉണ്ടാവുക.
പാർക്ക് അങ്ങനെയല്ല, നടവഴികളും കുറച്ച് എന്താണ് സ്ട്രീറ്റ് ലാമ്പ്സും ഇരിക്കാൻ കുറേ ബെഞ്ചസും ഒരുപാട് പ്രായത്തിലുള്ള ആളുകൾ, പല ഏജ് ഗ്രൂപ്പ്സിലുള്ളവരുണ്ടാവും. പേരൻസ് ഉണ്ടാവും, ഗ്രാൻഡ് പേരൻസ് ഉണ്ടാവും, അതല്ല എന്താണ് ഒരേ കുട്ടികളുണ്ടാവും. അങ്ങനെ ഒരുപാട് ഏജ് ഗ്രൂപ്പ്സിലുള്ള ആളുകളുണ്ടാവും. പിന്നെ ലോണിൽ ആളുകൾ ഇരിക്കുന്നുണ്ടാവും. അങ്ങനെ 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 കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഏതിൽ? പാർക്കിൽ. പ്ലേ ഗ്രൗണ്ട് അങ്ങനെയല്ല, തീർത്തും എക്സ്ക്ലൂസീവ്ലി ഫോർ പ്ലേയിങ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഒരു പ്ലേ ഗ്രൗണ്ട് ആണ്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ സെൻറ്റൻസ് എങ്ങനെ പറയാം? ദിസ് ഈസ് എ കളർഫുൾ പിക്ചർ ഓഫ് എ പ്ലേ ഗ്രൗണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റൂൾ 1 ലുക്ക് അറ്റ് ദ പിക്ചർ കെയർഫുള്ളി. നമ്മൾ പിക്ചർ നന്നായി കെയർഫുള്ളായിട്ട് നോക്കി, അല്ലേ, ശ്രദ്ധയോടുകൂടി നോക്കി. എന്നിട്ട് ഐഡൻറ്റിഫൈ ദ മെയിൻ ഐഡിയ ആണ് ഇപ്പം നമ്മൾ ചെയ്തത്. എന്താണ് ഐഡൻറ്റിഫൈ ചെയ്തത്? ഇറ്റ് ഈസ് എ പ്ലേ ഗ്രൗണ്ട് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, അല്ലേ. എന്നിട്ട് കളർഫുൾ പിക്ചർ ഓഫ് എ പ്ലേ ഗ്രൗണ്ട്, അതായത് വർണ്ണാഭമായ ഒരു ചിത്രമാണ്. അപ്പം നമ്മളതിനെ ഒന്നുകൂടെ എന്താണ് അതിന് ഡിസ്ക്രൈബ്, ആ മെയിൻ ഐഡിയയെ തന്നെ നമ്മളൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതി, അല്ലേ. ദിസ് ഈസ് എ കളർഫുൾ പിക്ചർ ഓഫ് എ പ്ലേ ഗ്രൗണ്ട്. പിന്നെ നമ്മൾ അവിടെ എന്ത് കാണണം? നമ്മൾ ടോക്ക് അബൌട്ട് പീപ്പിൾ ആൻഡ് ഒബ്ജക്ട്സ്, അല്ലേ. അവിടെ ഏറ്റവും കൂടുതലുള്ളത് ആരാണ്? കുട്ടികളാണ്, അല്ലേ. അവിടെ ധാരാളം കുട്ടികളുണ്ട്, അവിടെ കുട്ടികൾ കളിക്കുകയാണ്. അപ്പം നമുക്ക് എന്തെഴുതാം? There are many children playing. There are many children playing. നമ്മൾ സാധാരണ എഴുതുന്നത് many children are playing എന്നാണ്. നമ്മൾ ഇന്നൊന്ന് മാറ്റി എഴുതി. There are many children playing. ടീച്ചർ there എന്നുള്ളത് ഒന്ന് കുറച്ചൊരു 3-4 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യുന്നതിനെ ഒന്നുകൂടെ നിങ്ങൾക്ക് ഉറപ്പിക്കാനാണ്. നമ്മൾ ഇത് ഡിസ്ക്രൈബിങ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും പ്രസൻറ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. ഇവിടെ ആർ പ്ലേയിങ് എന്ന് പറയുമ്പോഴെന്താണ്? പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. ഈസ് പ്ലേയിങ് എന്ന് പറയുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. ഈ സാറ് വരുന്ന വ്യത്യാസം എങ്ങനെയാണ്? സബ്ജക്റ്റ് സിംഗിൾ ആണെങ്കിൽ, ആ പ്രവൃത്തി ചെയ്യുന്നത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരാളാണെങ്കിൽ അത് എസ് ആയിരിക്കും. ആർ എപ്പോഴാണ് വരുന്നത്? ഒന്നിൽ കൂടുതലാണെങ്കിൽ, പ്ലൂറൽ കേസസിൽ. ഓക്കെ, അപ്പോൾ there are many children playing. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യത്തെ 2 സെൻറ്റൻസസ് ഏതൊക്കെയാണ്? ദിസ് ഈസ് എ കളർഫുൾ പിക്ചർ ഓഫ് എ പ്ലേ ഗ്രൗണ്ട്. there are many children playing. ഓക്കെ അല്ലേ? പിന്നെ ഈ ചിത്രത്തിൽ ടീച്ചർ മാർക്ക് ചെയ്തത് എന്താണ്? നോക്കൂ, നീല നിറത്തിലുള്ള ഒരു പക്ഷിയും മനോഹരമായ ഒരു എന്താണ് പൂമ്പാറ്റ, ചിത്രശലഭം, അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം ഇതിനെ? there is a blue bird and a beautiful butterfly. There is a blue bird and a beautiful butterfly. ഒരു നീല നിറത്തിലുള്ള പക്ഷിയും ഒരു മനോഹരമായ ചിത്രശലഭവുമുണ്ട്. എവിടെയുണ്ട്? ആ ചിത്രത്തിലെ പ്ലേ ഗ്രൗണ്ടിൽ, കളിസ്ഥലത്ത് ഉണ്ട്. There is a blue bird and a beautiful butterfly. Okay അല്ലേ? There is a blue bird and a beautiful butterfly. There is a blue bird and a beautiful butterfly. നമ്മൾ പറഞ്ഞു എന്ത്? മെൻഷൻ ഡീറ്റെയിൽസ്. അപ്പം നമ്മൾ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്യണം. എന്താണ്? നിറങ്ങൾ, പൊസിഷൻ, സൈസ്, നമ്പർ. എ ബ്ലൂ ബേർഡ് എന്ന് പറയുന്നതിൽ 2 ഡീറ്റെയിൽസ് നമ്മൾ മെൻഷൻ ചെയ്തു. എന്തൊക്കെ? എ എന്ന് പറയുമ്പോൾ ഒരെണ്ണം, ബ്ലൂ നിറം. അതുപോലെ തന്നെ എ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ. എ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ എന്നുള്ളതിൽ മനോഹരമായിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ. ഓക്കെ, there is a blue bird and a beautiful butterfly. അടുത്തത് എന്താണ് ടീച്ചർ മാർക്ക് ചെയ്തിട്ടുള്ളത്? നോക്കൂ, ടീച്ചർ ഒരെണ്ണമല്ല കുറേ എടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലേ. എന്തൊക്കെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്? പൂക്കളും എന്താണ് ബലൂൺസും ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് പൂക്കളുടെയും ബലൂൺസിൻ്റെയും പ്രത്യേകത എന്താണ്? ഇതിൽ എല്ലാം ഡിഫറെൻറ്റ് കളേഴ്സിലാണ്, അല്ലേ. ഒറ്റ നിറത്തിലുള്ള ബലൂൺസ് ആണോ? അല്ല, കുറേ നിറങ്ങളുണ്ട്. അതുപോലെ തന്നെ പൂക്കൾ ഒറ്റ നിറമാണോ? അല്ല, പല നിറങ്ങളിലുള്ള, വ്യത്യസ്ത നിറങ്ങളിലുള്ള ബലൂണുകളും പൂക്കളുമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് ഒന്നിൽ കൂടുതലായതുകൊണ്ട് തന്നെ there are എന്ന് പറയും, അല്ലേ. there are different colors of balloons and flowers. there are different colors of balloons and flowers. there are different colors of balloons and flowers. വ്യത്യസ്ത നിറങ്ങളിലുള്ള ബലൂണുകളും പൂക്കളും ഉണ്ട്.
There are different colors of balloons and ഫ്ലവേഴ്സ്. ഇവിടെയും നമ്മൾ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്യുകയാണ്. ഒരുപാട്, അതായത് ഒന്നിൽ കൂടുതൽ ബലൂണും അതുപോലെ തന്നെ പൂവുമുണ്ട്. അതായത് ബലൂണുകളും പൂക്കളുമുണ്ട്. അതും നിറങ്ങൾ വ്യത്യസ്തമായ നിറങ്ങളിലുള്ളതുണ്ട്. വി ആർ മെൻഷനിങ് ദ ഡീറ്റെയിൽസ്. ഓക്കെ, there are different colors of balloons and flowers. ഓക്കെ, ഇതിൽ ടീച്ചർ എന്താ മാർക്ക് ചെയ്തിട്ടുള്ളത്? ഒരു സ്ലൈഡിലൂടെ ഒരു കുട്ടി താഴേക്ക് ഇങ്ങനെ നിരങ്ങി വരികയാണ്. അതിന് നമുക്ക് എന്ത് പറയാം? നിരങ്ങി വരുന്നു എന്ന് നമ്മൾ ഒരുപാട് സെൻറ്റൻസ് കണ്ടു. ഇനി കളിക്കുന്നു എന്നുള്ള രീതിയിൽ എഴുതാം. അപ്പോൾ എന്തിൽ കളിക്കുന്നു? സ്ലൈഡിൽ. എങ്ങനെയുള്ള സ്ലൈഡ്? ചുവന്ന നിറത്തിലുള്ള സ്ലൈഡ് അല്ലേ? ചുവന്ന നിറത്തിലുള്ള സ്ലൈഡ് അല്ലേ ഇത്? A boy is playing on a red slide. A boy is playing on a red slide. A boy is playing on a red slide. ഒരു ആൺകുട്ടി ചുവന്ന സ്ലൈഡിൽ കളിക്കുന്നു. Okay, mentioning the detail, that is the color of the slide. A boy is playing on a red slide. A boy is playing on a red slide. അടുത്തത് എന്താണ് ടീച്ചർ മാർക്ക് ചെയ്തിട്ടുള്ളത്? നോക്കൂ, ഒരു പെൺകുട്ടി ഊഞ്ഞാലാടുകയാണ് അല്ലേ? ഊഞ്ഞാലാടുന്നു. സ്വിങ്ങിങ് ഓൺ എ സ്വിങ് നമ്മൾ ഒരുപാട് തവണ എഴുതി. അപ്പം നമുക്ക് ഒന്ന് മാറ്റി പിടിക്കാം. എ ഗേൾ ഈസ് ഓൺ എ സ്വിങ്. എ ഗേൾ ഈസ് ഓൺ എ സ്വിങ്. വേണമെങ്കിൽ ആ കുട്ടിയുടെ ഡ്രസ്സിനെയൊക്കെ വിവരിക്കാം. ടീച്ചർ അങ്ങനെ എഴുതിയിട്ടില്ല, ജസ്റ്റ് സിമ്പിൾ സെൻറ്റൻസ് എഴുതിയിട്ടുള്ളൂ. എ ഗേൾ ഈസ് ഓൺ എ സ്വിങ്. എ ഗേൾ ഈസ് ഓൺ എ swing. A girl is on a swing. അടുത്ത എന്താണ് ആ ചിത്രത്തിൽ കാണുന്നത്? നമ്മൾ പല പാർക്കിലും കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെ ചുറ്റുന്ന സാധനം, ഇരുന്ന് വട്ടം തിരിയുന്ന സാധനം എന്നൊക്കെ വിളിക്കും. അതിനെ ഇംഗ്ലീഷിൽ പറയുക മെറി ഗോ റൗണ്ട്. മെറി ഗോ റൗണ്ട്. മെറി, MERRY, എന്നിട്ടൊരു ഡാഷ് ഇടും, സ്മോൾ ഹൈഫൻ, എന്നിട്ട് ഗോ, GO, എന്നിട്ട് വീണ്ടും ഒരു ഹൈഫൺ, എന്നിട്ട് ROUND, റൗണ്ട്. മെറി ഗോ റൗണ്ട്. അതാണ് ആ കളി ഉപകരണത്തിൻ്റെ പേര്, മെറി ഗോ റൗണ്ട്. ഓക്കെ, അപ്പോൾ 2 കുട്ടികളാണ് ഈ മെറി ഗോ റൗണ്ടിൽ ഇരിക്കുന്നുള്ളത് അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതാം? 2 children are on a മെറി ഗോ റൗണ്ട്. ഇവിടെ മെൻഷൻ ഡീറ്റെയിൽസ് എന്നുള്ളതിൽ എണ്ണം പറഞ്ഞിട്ടുണ്ട് അല്ലേ? 2 കുട്ടികൾ. 2 children are on a merry-go-round. 2 children are on a merry-go-round. 2 children are on a merry-go-round. ആ merry-go-round എന്ന് പറഞ്ഞത് കൺഫ്യൂഷൻ ആവണ്ട, അതാ കളിക്കോപ്പിൻ്റെ പേരാണ്. ഊഞ്ഞാല്, എന്താണ് സ്ലൈഡ് എന്നൊക്കെ പറയുന്നത് പോലെ merry-go-round. ഓക്കെ, 2 children are on a merry-go-round. ഓക്കെ, അടുത്തത് ടീച്ചർ ആ സൂര്യനെയാണല്ലേ മാർക്ക് ചെയ്തിട്ടുള്ളത്. സാധാരണ സൂര്യന് കണ്ണു മൂക്കൊന്നും ഉണ്ടാവാറില്ല. ഇതിപ്പോൾ ഒരു സന്തോഷം കാണിക്കുന്ന രീതിയിലാണ് സൂര്യനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ സൂര്യൻ സന്തോഷത്തിലായി കാണപ്പെടുന്നു എന്ന് എഴുതാം അല്ലേ? സൂര്യൻ സന്തോഷത്തിലായി കാണപ്പെടുന്നു. അപ്പോൾ എങ്ങനെ എഴുതാം? The sun looks happy. The sun looks happy. The sun looks happy. കുട്ടികളെല്ലാം സന്തോഷത്തിലാണുള്ളത്. മൊത്തത്തിലൊരു സന്തോഷത്തിൻ്റെ അന്തരീക്ഷമാണ്. സൂര്യനും സന്തോഷത്തിൽ തന്നെ. സൂര്യൻ സന്തോഷത്തിലായി കാണപ്പെടുന്നു. The sun looks happy. The sun looks happy. അടുത്തത് ടീച്ചർ എന്താ മാർക്ക് ചെയ്തിട്ടുള്ളത്? നോക്കൂ, ഒരു മഴവില്ലാണല്ലേ? ഒരു സിമ്പിൾ സെൻറ്റൻസ് നമുക്ക് എഴുതാം. അവിടെ ഒരു മഴവില്ലുണ്ട്. There is a rainbow. There is a rainbow. There is a rainbow. There is a rainbow. ഓക്കെ അല്ലേ? പിന്നെ ടീച്ചർ ഒന്നും മാർക്ക് ചെയ്തിട്ടില്ല, പക്ഷെ നമുക്ക് അവിടുത്തെ ഒരു അന്തരീക്ഷം അവിടെ മെൻഷൻ ചെയ്യാം. എങ്ങനെ എഴുതാം? കുട്ടികൾ അവിടെ നല്ല ആ സമയം, അവരുടെ ആ സമയത്തെ അവരെന്താണ് ആസ്വദിക്കുകയാണ് അല്ലേ? സന്തോഷത്തോടെ അവരവരുടെ സമയത്തെ ആസ്വദിക്കുകയാണ് അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതാം? Children are happily enjoying their time.
Children are happily enjoying their time. Children are happily enjoying their time. Children are happily enjoying their time. Happily enjoying എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷത്തോടെ ആസ്വദിക്കുന്നു. Children are happily enjoying. കുട്ടികൾ സന്തോഷത്തോടെ ആസ്വദിക്കുകയാണ്. എന്ത്? Their time. അവരുടെ സമയം. അവരവിടെ പ്ലേ ഗ്രൗണ്ടിൽ ചെലവഴിക്കുന്ന ആ സമയം സന്തോഷത്തോടെ ആസ്വദിക്കുകയാണ്. ആര്? ചിൽഡ്രൻ. അപ്പോൾ children are happily enjoying their time. Children are happily enjoying their time. ഓക്കെ മക്കളെ, ഇന്നത്തെ 10 സെൻറ്റൻസസ് നമ്മൾ നോക്കി. 5 റൂൾസും 10 സെൻറ്റൻസസും. റൂൾ നമ്പർ 1, look at the picture carefully. Rule 2, identify the main idea. Rule 3, talk about people or objects. Rule 4, describe actions. And Rule 5, mention details. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് ആ 10 സെൻറ്റൻസസ് ഒന്നുകൂടെ ഒന്ന് നോക്കാം. This is a colorful picture of a playground. There are many children playing. There is a blue bird and a beautiful butterfly. There are different colors of balloons and flowers. A boy is playing on a red slide. A girl is on a swing. 2 children are on a merry-go-round. The sun looks happy. There is a rainbow. Children are happily enjoying their time. ഓക്കെ അല്ലേ മക്കളെ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹോംവർക്ക്സ് ഇത് സാധാരണ ചെയ്യും പോലെ തന്നെ ആദ്യത്തെ ഹോംവർക്ക് ടീച്ചർ പറഞ്ഞ് 10 സെൻറ്റൻസസ് കൂടാതെ മറ്റെന്തെങ്കിലും നിങ്ങൾക്കതിൽ ഫ്രെയിം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിവിടെ തന്നെ കോമെൻറ്റ് ചെയ്യുക. രണ്ടാമത്തെ ഹോംവർക്ക് ടീച്ചർ പറഞ്ഞ സെൻറ്റൻസസിൽ ഏതെങ്കിലും ഇംപ്രൂവൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഇംപ്രൂവൈസ് ചെയ്തിട്ട് ഇവിടെ തന്നെ ചെയ്യുക, ഇവിടെ തന്നെ കോമെൻറ്റ് ചെയ്യുക. ബാക്കി ഹോംവർക്ക്സ് ടീച്ചർ വാട്സപ്പ് ഗ്രൂപ്പിൽ അയക്കുന്നതാണ്. അപ്പോൾ ഓക്കെ അല്ലേ മക്കളെ? ഹാപ്പി ലേണിംഗ്.